ഹലോ, ഇന്ന് നമുക്ക് ലെയറുകളായിട്ട് ബേക്കറികളിലെല്ലാം കിട്ടുന്ന പോലത്തെ മുട്ട പപ്സ് എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ നോക്കാം. നല്ല ക്രിസ്പി ലെയറുകളായിട്ടും കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ 4 ഉരുളകളാക്കി എടുക്കുക. അതിനെ 4ഉം ഒരേപോലെ പരത്തിയെടുക്കുക. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സവാള കനം കുറഞ്ഞരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പിരിയമുളക്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പപ്സിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഓരോ പരത്തിയതിൻ്റെ മുകളിലും ഈ മിക്സ് പുരട്ടിയതിന് ശേഷം ലെയറുകളായിട്ട് 4 പൂരി പോലെ പരത്തിയത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ഒരേ ഷേപ്പിൽ 4ആയിട്ട് കട്ട് ചെയ്യുക. ഇനി ഓരോന്നിലും പപ്സിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മുട്ട പുഴുങ്ങിയെടുത്തത് നെറുകെ പിളർന്നെടുത്തിട്ടുണ്ട്. അത് ഓരോന്നും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഈ പപ്സിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കുക. ബാക്കിയുള്ളതും ഇതേപോലെ മടക്കിയെടുക്കുക. മുഴുവനും ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിലേക്ക് ഈ 4 പപ്സും എടുത്തു വെക്കുന്നുണ്ട്. ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുക. ഇനി ഒരു ചൂടായ പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഇരുന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പപ്സിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുക. ഈ ഒരു കളറിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കാം. അടിപൊളി മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആർക്കും തന്നെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ചിട്ട് മുട്ട പപ്സ് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.